ഹലോ, കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഒന്നൊന്ന് കൺഫേം ചെയ്യാമോ ആരെങ്കിലും കമന്റിൽ, ഇൻ കേസ് ഇഫ് someone has joined. ഓക്കെ, നമുക്കൊരു 5 minutes വെയിറ്റ് ചെയ്യാം. ബാസിത്ത്, എന്തായി പ്രിപ്പറേഷൻസ് ഒക്കെ? ബാസിത്ത് നാളെ കാറ്റ് അറ്റൻഡ് ചെയ്യുന്നതല്ല? കാറ്റ് യെസ്. ഓക്കെ, ഒരു 2-3 minutes കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒബ്ജക്റ്റീവ്സ് ഒന്നുമില്ല, എന്തൊക്കെ ഇന്ന സാധനം പറയണം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആകാശിനെ പരിചയപ്പെടുത്താം. സോ ഞാൻ ആകാശ് ചേട്ടനെന്നാണ് വിളിക്കുന്നത്. IIM ഉദയ്പൂരിലെ 2023 ഗ്രാജുവേറ്റ് ആണ്. IIM ഉദയ്പൂരിലെ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. സോ പുള്ളിക്കാരനും ഞാൻ 2019 ജോയിൻ ചെയ്ത് 22 ഗ്രാജുവേറ്റ് ചെയ്തു. അപ്പൊ എന്റെ 1 വർഷം ജൂനിയർ ആയിട്ടാണ് ശരിക്കും പുള്ളിക്കാരൻ IIM ഉദയ്പൂർ കയറിയത്. ബട്ട് ദെൻ UGയിൽ എനിക്ക് ബിടെക്കിന്റെ നാട്ടിൽ പഠിക്കുമ്പോഴേ ആകാശേട്ടനെ അറിയാം. സോ ആക്ച്വലി എന്റെ സീനിയർ ആണ്, പക്ഷെ MBA കഴിഞ്ഞപ്പോൾ ജൂനിയർ ആയി എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ദെൻ സോ ഞാൻ 3 hours ഓഫ് കാറ്റ് 3 hours ഉള്ള സമയത്ത് കാറ്റ് എഴുതിയ ഒരാളാണ്. അതായത് ഞാൻ എഴുതുന്ന സമയത്ത് കാറ്റ് എന്ന് പറയുന്നത് 300 മാർക്കിനുണ്ടായിരുന്നു. 300 മാർക്കിന്റെ ഒരു പരീക്ഷയായിരുന്നു. ആകാശത്തെ സംബന്ധിച്ചിടത്തോളം കാറ്റിനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് 3 hour ആയിരുന്നു. പക്ഷെ ഒരു അവസാനം 2-3 മാസം മുന്നേ ആ 3 hour എന്ന് പറയുന്ന 2 hourലോട്ട് സ്വിച്ച് ആവുകയാണ് ചെയ്തത്. സോ അങ്ങനത്തെ ഒരു ക്രൈസിസും കൂടെ കടന്നു വന്ന ആളാണ്. അപ്പം ഇതിലിപ്പം ബേസിക്കലി ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, സ്പെസിഫിക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചോ, വി ക്യാൻ ക്ലാരിഫൈ. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഒരു കാറ്റിന്റെ ഡേ എക്സാം ഡേ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ടെൻഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റിൽ ഇട്ടോ, നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ആകാശേട്ടന് എന്താണ് ഒരു കാറ്റിന്റെ തലേന്നത്തെ എന്തായിരുന്നു ഒരു മെന്റൽ സ്റ്റേറ്റ് എന്നുള്ളതിനെ കുറിച്ച് പറയാമോ? ഹായ് സാലേ. സോ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഈ 2 hours ആദ്യത്തെ പരീക്ഷണ ബാച്ചായിരുന്നു ഞങ്ങളുടെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 hours കാറ്റ് കംപ്ലീറ്റ്ലി റിവാമ്പ് ചെയ്യുമ്പോൾ സോ അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പിന്നെയും ഫെമിലർ ആണ്, എല്ലാവരും ആ ഫോമാറ്റും കാര്യമൊക്കെ ഫെമിലർ ആണ്. ആൻഡ് കാറ്റിന്റെ ഡേ ആക്ച്വലി ടെൻഷനുള്ള ഉറപ്പായിട്ടും. അതിപ്പോ ലൈക്ക് ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ കാണുന്ന നിങ്ങൾക്കായാലും ഉറപ്പാണ് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, വിച്ച് ഇസ് വെരി ക്വൈറ്റ് നോർമൽ. കാരണം കുറച്ചു കാലമായിട്ട് ഇരുന്ന് നമ്മളിപ്പോ വർക്കിന് ഒന്നിച്ചാണെങ്കിലും അല്ലെങ്കിൽ അല്ലാണ്ടാണെങ്കിലും എല്ലാരും പ്രിപ്പയർ ചെയ്ത് കുറെ കാലമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത ഒരു ടാർഗറ്റിലേക്ക് ആക്ച്വലി മുന്നോട്ട് പോകുന്നത്. സോ ഒബ്വിയസ്ലി ടെൻഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. സോ ദാറ്റ് ഇസ് ക്വൈറ്റ് നോർമൽ. ഇറ്റ്സ് വെരി അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ ടു ഹാവ് ദാറ്റ്. സോ പക്ഷെ മാക്സിമം ഇന്നത്തേക്ക് ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നും പുതിയതായിട്ട് ട്രൈ ചെയ്യരുത്. ഡോണ്ട് സ്റ്റഡി എനി ന്യൂ കോൺസെപ്റ്റ്സ്, ഡോണ്ട് ട്രൈ എനി ന്യൂ കോൺസെപ്റ്റ്. ജസ്റ്റ് സ്റ്റിക്ക് ഓൺ വിത്ത് യുവർ പ്ലാൻ. നാളെ നിങ്ങൾ എക്സാമിന് ഇപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ വാട്ട് വുഡ് ബി യുവർ മൈൻഡ് സെറ്റ്? കീപ് ദാറ്റ് സെയിം മൈൻഡ് സെറ്റ് ടുഡേ ആൻഡ് ബി റിലാക്സ്. ബിക്കോസ് ഇന്നത്തേക്ക് നാളത്തേക്ക് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു മേക്ക് എനി ഡിഫറൻസ് വാട്ട് യു ആർ ഗോയിങ് ടു ലേൺ. Okay, rather it would make a huge difference if you stick to the same plan that you have been practicing ഇത്രയും കാലം. ആൻഡ് ഈ പറഞ്ഞ പോലെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യുന്നത്, അത് പേഴ്സണൽ ചോയ്സ് ആണ് ആ രീതിയിൽ. സോ പ്രിറ്റി മച്ച് അതാണ് പറയാനുള്ളത്. മനസ്സിലായി. ഒരു ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദി ബെസ്റ്റ് സ്ട്രാറ്റജി ടു അറ്റംപ്റ്റ് VRC? സോ VRCയിൽ 99.xx% വാങ്ങിയ ആളാണ്. I get really sound out while solving all RCs at once and feel like my brain stops it. Okay, by the time I reach the VA section, എനിക്കതിൽ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാല് 4 RC കഴിഞ്ഞിട്ടാണ് VAയിലോട്ട് ചെല്ലുന്നത്. അപ്പോ ഒരു 2 RC ചെയ്തിട്ട് ഒന്നാമത്തെ കാര്യം, ഞാനിപ്പം ശരിക്കും ഞാനിത് പറയാൻ തന്നെ ഇത് ആൻസർ ചെയ്യാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാനിപ്പോ അവസാന നിമിഷം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ ഒരുപാട് മോക്കൊക്കെ എടുത്തിട്ട് ആ ഒരു സെറ്റായി വന്ന സാധനം കംപ്ലീറ്റ്ലി പോകും. പക്ഷെ
ഒബ്വിയസ്ലി ലൈക്ക് ഒരു 2 RC എടുത്തിട്ട് ആ ഒരു RC വായിച്ചിട്ടുള്ള ഒരു ഫെറ്റീഗ് മാറ്റാൻ വേണ്ടി VA സെക്ഷൻ ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് ദെൻ സ്റ്റിക്ക് ഓൺ ടു യുവർ പ്ലാൻ. ലൈക്ക് ഇപ്പം ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ എന്തായാലും ഡെഫിനറ്റ്ലി കുറെ മോക്ക് എടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ മോക്കില് നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതേ സാധനം നാളെയും ചെയ്യാം. പിന്നെ എനിക്ക് ആകാശേട്ടനോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഇവരിപ്പോ പ്രിപ്പയർ ചെയ്ത് കുറെ മോക്ക് എടുത്തു, നാളെ അവരുടെ എക്സാം ഹോളിൽ കയറുമ്പോ കാറ്റ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മൊത്തത്തില് റിലേറ്റീവ് ആണ്. ഓക്കെ, ബേസിക്കലി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ, നാളെ നിങ്ങൾ എക്സാം ഹാളിൽ ഉണ്ടാകുന്ന അതേ മൈൻഡ് സെറ്റ് വേണം നിങ്ങൾ ഇന്ന് ഇരിക്കേണ്ടതെന്ന്. എന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബ്ലി ഇതൊരു ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആട്ടോ. ഞാൻ ആക്ച്വലി കയറിയ സ്ലോട്ട് കയറുമ്പോ തന്നെ ഭയങ്കര ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു, VARC ആ കൊല്ലത്തെ ഏറ്റവും ഡിഫിക്കൽട്ട് സെറ്റ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തതെന്നുള്ളത്. സോ ആ ഒരു പെർസെപ്ഷനിൽ വെച്ച് കയറുമ്പോ തന്നെ ഇഫ് യു ലെറ്റ് യുവർ സെൽഫ് ഡൗൺ, ഇഫ് യു തിങ്ക് ദാറ്റ് അയ്യോ ഇത് പോയല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദ ഗെയിം ഇസ് ഓവർ ദെൻ ആൻഡ് ദെയർ. സോ exam, it's basically the best prayer that you could have now is basically to pray it's tough for if it is tough, it's going to be tough for everyone. That's something that you have to realize. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈസി ആണെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു സന്തോഷിച്ചിട്ടും കാര്യമില്ല. ഇറ്റ്സ് അബൌട്ട് ബേസിക്കലി എക്സിക്യൂട്ടിംഗ് ദ സെയിം സ്ട്രാറ്റജി. കാരണം ഈസി ആണെങ്കിലും എല്ലാവർക്കും ഈസി ആയിരിക്കും. ഓക്കെ, സോ ഇഫ് യു ഫേസ് എനി ഡിഫിക്കൽട്ടീസ് ജസ്റ്റ് ബി കോൺഫിഡന്റ് ദാറ്റ് ദാറ്റ്സ് ഗോയിങ് ടു ബി ദ സെയിം കേസ് വിത്ത് എവ്രിവൺ. ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ എക്സാം എഴുതുന്ന എല്ലാവർക്കും അതേ കണ്ടീഷനിൽ കൂടിയിട്ടാണ് പോകുന്നത്. സോ നിങ്ങൾ അവിടെ സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് ഇഫ് യു സ്റ്റിക്ക് ഓൺ ടു യുവർ പ്ലാൻ ദെൻ യു ആർ ഡൂയിങ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു കുഡ് ഡു ടു യുവർ സെൽഫ്. സോ ദാറ്റ് വുഡ് ബി മൈ സൊല്യൂഷൻ ബേസിക്കലി. മനസ്സിലായി. പക്ഷെ ഈ നല്ല ടഫ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ, ഈ തുടക്കത്തിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒക്കെ മറന്നുപോയി ഫുൾ ടെൻഷൻ അടിച്ച് ഓഫായി പോകാനുള്ള ഇല്ല. പക്ഷെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും പ്രാക്ടീസ് ചെയ്യുന്നത്. ദ ഹോൾ പോയിന്റ് ഓഫ് നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇട്ട എഫേർട്ടും ഇത്രയും കാലം നമ്മൾ ട്രൈ ചെയ്തതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും കാലം നമ്മൾ ട്രൈ ചെയ്തതൊക്കെ ഇതേ സാധനം റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കുകയോ അല്ലെങ്കിൽ വി ഗെറ്റ് സ്കേർഡ് ഓഫ് സീയിങ് എ പെർട്ടിക്കുലർ പാറ്റേൺ, ദെൻ വി ആർ ലെറ്റിംഗ് ഡൗൺ അവർ കംപ്ലീറ്റ് എഫേർട്സ്. നമ്മൾ എന്തുകൊണ്ടാണ് മോക്സ് അറ്റൻഡ് ചെയ്യുന്നത്? ദ ഹോൾ പോയിന്റ് ഓഫ് അറ്റൻഡിങ് മോക്സ് ഓൾ ദീസ് വൈൽ വാസ് പെർട്ടിക്കുലർലി ടു ക്രിയേറ്റ് ദാറ്റ് എത്ര ടഫ് ആണെങ്കിലും നിങ്ങൾ ഇപ്പൊ അറ്റൻഡ് ചെയ്ത മോക്കൊക്കെ ഒരേ പാറ്റേൺ ആയിരിക്കില്ല. ചിലത് ഈസി ആയിരിക്കാം, ചിലത് ടഫ് ആയിരിക്കാം. അതാണ് ഇവരുടെ വേറൊരു പേടി. അതായത് അവസാനം ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഒരു മോക്ക് എടുത്തപ്പോ ഇതുവരെ 60-50 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒറ്റയടിക്ക് 10 മാർക്ക് 15 മാർക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇറ്റ്സ് വെരി സിമ്പിൾ. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ആക്ച്വലി ഇന്ന് ആലോചിക്കുകയാണെങ്കിൽ ടുമോറോസ് എക്സാം ഇസ് വെരി സിമ്പിൾ. യു ഹാവ് എ ടാസ്ക് ഫോർ യുവർ സെൽഫ്. നിങ്ങൾ ഇത്രയും കാലം റെപ്ലിക്കേറ്റ് ചെയ്ത നിങ്ങളുടെ തന്നെ ഒരു ഇമേജ് ഉണ്ട്. അതായത് നിങ്ങൾ എങ്ങനെയാണ് എക്സാം കയറുന്നത് എന്നുള്ളത്. VRC നിങ്ങൾക്ക് എത്ര അറ്റൻഡ് ചെയ്യണം, നെക്സ്റ്റ് സെക്ഷൻ എത്ര അറ്റൻഡ് ചെയ്യണം, ക്വാൻസ് എത്ര, DLR എത്ര അറ്റൻഡ് ചെയ്യണം. യു ഓൾറെഡി ഹാവ് എ സെറ്റ് ടെംപ്ലേറ്റ്. ഓക്കെ, നോ മാറ്റർ വാട്ട് ദ ക്വസ്റ്റ്യൻ ഇസ്, ഇറ്റ് ഡസന്റ് മാറ്റർ അറ്റ് ഓൾ. നാളെ വരുന്ന ക്വസ്റ്റ്യൻ എന്തോ ആയിക്കോട്ടെ. കാരണം ഹൗ ഡസ് ഇറ്റ് മേക്ക് എ ഡിഫറൻസ്? എന്ത് ക്വസ്റ്റ്യൻ വന്നാലും യുവർ സ്ട്രാറ്റജി ഇസ് ദ സെയിം തിങ്. ഓക്കെ, യു വിൽ ഹാവ് ടു സ്കിപ്പ് ദ സെയിം ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഹാവ് ടു സ്കിപ്പ്. യു വിൽ ഹാവ് ടു അറ്റൻഡ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു വിൽ ഹാവ് ടു അറ്റൻഡ്. അപ്പോ നാളത്തെ പേപ്പർ കുറെ ആൾക്കാർക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, ലൈക്ക് ദാറ്റ്സ് മേ ബി ദ ഡിഫറൻഷ്യൽ. ഒരു നമ്മുടെ നാളത്തെ നിങ്ങൾ സ്കോർ ചെയ്യാൻ പോകുന്ന 99% 90% അതിനെക്കാട്ടിയും ബിലോ ആയ ആൾക്കാരുടെ മെയിൻ ഡിഫറൻസ് ഇസ് ഗോയിങ് ടു ബി ഹൗ easy it is going to you are going to replicate what you did till now. ഇത്രയും കാലം നിങ്ങൾ മോക്കിൽ ട്രൈ ചെയ്ത സാധനം എത്രത്തോളം നിങ്ങൾക്ക് നാളെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു, that is going to be the key differentiator. Exactly. ഞാൻ ഇവരുടെ അടുത്ത് പറയുന്ന സംഭവം ഉണ്ട്, നിങ്ങളുടെ മോക്കുകൾ നിങ്ങൾ കാറ്റ് പോലെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ കാറ്റ് നിങ്ങൾക്ക് മോക്ക് നമ്മൾ തന്നെ മോക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യമുണ്ട് നമ്മൾ വിചാരിക്കാതെ തന്നെ അടിപൊളി മാർക്സ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എനിക്ക് ചില സമയത്ത് കിട്ടിയിട്ടുള്ള മോക്സിലത്തെ സ്കോർ ഞാൻ ചുമ്മാ വെറുതെ കയറി അറ്റൻഡ് ചെയ്ത സ്കോറും ഞാൻ ഇന്റൻസിറ്റി ആയിട്ട് നോക്കിയ സ്കോർസും രണ്ടാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. സോ ഇറ്റ്സ് ബേസിക്കലി അബൌട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത അതേ സാധനം ഫോളോ ചെയ്യുക, അതേ പാറ്റേൺ ഫോളോ ചെയ്യുക ആൻഡ് ബി പ്രൗഡ്. സി വാട്ട് എവർ ഹാപ്പൻസ് after the end of the exam, you can be at least proud of the fact that നിങ്ങൾ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്ത എക്സാക്ട്സ് ആണ് നിങ്ങൾ റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി റെസ്റ്റ് ഇസ് നോട്ട് ഇൻ യുവർ ഹാൻഡ്. സോ ദാറ്റ് ഇസ് മോർ ഓഫ് എ സൊല്യൂഷൻ. ഡെഫിനറ്റ്ലി. അപ്പൊ ഇതിൽ പല ആൾക്കാരും ഒരു കുറച്ച് ലേറ്റ് ആയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. സോ അവർക്ക് കിട്ടാവുന്ന ഒരു അവൈലബിൾ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സംഭവം നാളെ റെപ്ലിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇത് എനിക്കും പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. കാറ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും VRC കുറച്ച് ടഫായിരുന്നു എന്തെങ്കിലും. അപ്പൊ VRC ഒരു 1-2 സാധനം കുറച്ച് കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ സോൺ ഔട്ട് ആവാൻ തുടങ്ങി. ഈ വർഷത്തെ കാറ്റ് പോയി, അടുത്ത ഒരു വർഷം ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഞാൻ അപ്പൊ തന്നെ മനസ്സിൽ കണ്ടു.
സോ ഇങ്ങനെ ഒരു സോൺ ഔട്ട് മോഡിൽ ആയി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ച് ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ എന്തെങ്കിലും? സി ഒരു കാര്യം, ഇതൊക്കെ അഗെയിൻ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. ഐ യൂസ് ടു ഓൾവേസ് ക്യാരി ടോഫീസ് വിത്ത് മീ. ഈ കോഫി ടോഫീസ് ഒക്കെ ഉണ്ട് ആക്ച്വലി, മെലഡി കോഫി ടോഫീസ്. ദാറ്റ് ആക്ച്വലി കുറച്ച് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഹെൽപ്സ്. ഓക്കെ, പക്ഷെ അഗെയിൻ ഇറ്റ്സ് പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഹ്യൂമൻ ബീങ്സ് നമ്മളെല്ലാവർക്കും ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് ഉണ്ട്. ഓക്കെ, അതായത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചിട്ട് ഇത് വിട്ട് പോയല്ലോ എന്ന് വിചാരിക്കാനുള്ള. സി ഒൺലി തിങ് ഇസ് ദാറ്റ് ആലോചിക്കുക, ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന അതേ ഡിഫിക്കൽട്ടി നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇഫ് യു ഹാവ് ടു ബി ബെറ്റർ ദാൻ ദം, only thing you have to do is to move on from them. Okay, then you are making basically ഒരു തെറ്റാക്കുന്നതിന് പകരം you are making yourself a tick mark there by moving ahead with that question. So അതായത് ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അവിടെ ഇല്ല, അതിലൊരു പോയിന്റും ഇല്ല. കാരണം സി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്കൊക്കെ ഇപ്പൊ തന്നെ ഓൾറെഡി സ്കോർസ് അറിയുന്നുണ്ടാവും. അതായത് നിങ്ങളുടെ ഒരു ടെന്റേറ്റീവ് സ്കോർസ്, നിങ്ങളുടെ ടാർഗറ്റ് സ്കോർസ്, നിങ്ങളെ ഓരോ IIMs അല്ലെങ്കിൽ പറഞ്ഞ പ്രസ്റ്റീജിയസ് അതർ പ്രൈവറ്റ് കോളേജസിലൊക്കെ കയറണമെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്കോറാ വേണ്ടതെന്ന് you'll already have it in mind. And you also know that that is not even a full percentage that we are talking. ഇത് മറ്റേ 10th or 12th നമ്മൾ പഠിച്ച് ബാക്കിയുള്ള എക്സാം എഴുതുന്ന പോലെ നമ്മൾ ഫുൾ അല്ല സ്കോർ ചെയ്യാൻ നോക്കുന്നത്. അത്രേ ഉള്ളൂ. 30% നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പെർസെന്റേജിൽ എത്രയാന്നുള്ളത്. സോ ആ 30% പിക്ക് ചെയ്യുന്നതിലാണ് ടാലന്റ് ഉള്ളത്. അല്ലാണ്ട് നമ്മളവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ 30% ആണ് നിങ്ങൾ ലൂസ് ചെയ്യുന്നത്. യു ആർ ഗിവിംഗ് പ്രോബബിലിറ്റി. ഇത് പറയാൻ പിന്നെ വേറൊരു കോമൺ മിസ്റ്റേക്സ്, എന്റെ കേസിൽ ഞാൻ ഏറ്റവും കൂടുതൽ മോക്കില് പ്രാക്ടീസ് ചെയ്തിട്ടും ചെയ്യാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗസ് അടിച്ച് ചെയ്യുന്ന കാര്യം. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് ഒരു 50% ഷുവർ ആണെങ്കിൽ ടിക്ക് ചെയ്യണോ വേണ്ടിയോ എന്ന് ചൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഇനീഷ്യലി ഞാൻ പല കേസിലും ഞാൻ ആക്ച്വലി ടിക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, സോ വിച്ച് ഐ ഗേവ് എ ഹയർ പ്രോബബിലിറ്റി തിങ്കിങ് ദാറ്റ് ഓക്കെ കറക്റ്റ് ആയാൽ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ. ഓക്കെ, but at that time I was trying to score around 60-70% out of the entire question. അതിന്റെ ആവശ്യമില്ല. While you are replicating the same thing in cats, you know that നിങ്ങൾക്ക് ഇപ്പൊ ഒരു 50% മുകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ 80% ആൻസർ ഷുവർ അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ബിക്കോസ് അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് ചിലപ്പോൾ 100% ഷുവർ ഉള്ള ഇനിയും പല ക്വസ്റ്റ്യൻസും വരുന്നുണ്ടാവും. മൂവ് ഓൺ ബേസിക്കലി ഏറ്റവും ഈസി ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ക്യാറ്റ് പേപ്പറിൽ ഉണ്ടാവും. അത് പിക്ക് ചെയ്യുക, അത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മാത്രമല്ല ഈ കാറ്റിന്റെ പേപ്പർ സെറ്റ് ചെയ്യുന്നവർ കുറച്ച് ബുദ്ധിമാന്മാരായതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഇത് സാൻഡ്വിച്ച് ചെയ്തിട്ട് കുറെ ടഫ് ക്വസ്റ്റ്യന്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും ഈസി ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആ ടഫ് ഈ പറയുന്ന ഞാനും അടിപൊളിയായിട്ട് കാറ്റ് എഴുതിയിട്ട് ഈ പറഞ്ഞ പോലെ മിസ് ചെയ്യാത്ത ആളൊന്നുമല്ല. ഐ ഹാവ് ഡൺ ദ സെയിം മിസ്റ്റേക്സ് ആസ് വെൽ. ഓക്കെ, ഇൻഫാക്ട് ഈ പറഞ്ഞ പോലെ ഞാൻ 99 എന്റെ VRC സ്കോർ 99% ആയിരുന്നു. ഓക്കെ, VRC ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അറ്റൻഡ് ചെയ്തതിനു ശേഷം സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്റെ സ്കോർ വരുമ്പോൾ ഇനി 99% ഉണ്ടാവുന്നത്. ബിക്കോസ് ഐ ഡിഡ്ന്റ് അറ്റൻഡ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഐ ഹാഡ് അറ്റൻഡ് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്ട്രാറ്റജി മാത്രമായിരുന്നു അത്. ഐ ഹാഡ് ജസ്റ്റ് പിക്ഡ് റൈറ്റ് മൈ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് ഐ ഓൾവേസ് തോട്ട് ദാറ്റ് ഐ വുഡ് നോട്ട് സ്കോർ മച്ച്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് വന്നിട്ടാകുമ്പോൾ ഭാഗ്യം പറയാൻ വേണമെങ്കിൽ 99% ഉണ്ടായിരുന്നു. സോ ഈസി ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് ഓക്കെ. ചിലപ്പോൾ നിങ്ങളും ഈ പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കത്തിയടിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും മനസ്സിൽ വിചാരിച്ചിട്ട് നാളെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ തോന്നും. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ അഥവാ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഡോണ്ട് റിഗ്രറ്റ് ഓൺ ഇറ്റ് ഹെവിലി ആൻഡ് വേസ്റ്റ് യുവർ ടൈം ദാറ്റ്. ഓക്കെ, the best thing that you can do is whenever you realize that this is it, step on the other question. Okay, because there's a lot of time available after that too. ഡെഫിനറ്റ്ലി. കാരണം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അത് ആ ക്വസ്റ്റ്യൻ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്, സ്ലോട്ട് 1 or 2 സംഭവം. അത് ഞാൻ പറയാം. അതിന് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നീറ്റ് പോലെ അല്ലെങ്കിൽ ബോർഡ് എക്സാം പോലെ ഇപ്പൊ ഒരു അരമണിക്കൂർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വർഷം പോയി എന്നുള്ള ഒരു സംഭവമല്ല. ഇതില് ശരിക്കും 40 മിനിറ്റിന്റെ ഒരു സെക്ഷനിൽ 20 മിനിറ്റ് കഴിയുമ്പോഴാണ് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് ദാറ്റ് ഓക്കെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ബാക്കി 20 മിനിറ്റിൽ പോലും ഒരു 5-6 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സെക്ഷൻ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ ചിലപ്പോൾ 90% 95% അടിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നിങ്ങൾ നാളെ എഴുതാൻ പോകുന്നത്. ഇതിപ്പം ഒരുപാട് ഈ ആൾക്കാർ പറഞ്ഞു ഊതി വീർപ്പിച്ചിരിക്കുന്ന ഒരു ബബിളാണ് ശരിക്കും. നിങ്ങൾ ഇപ്പം എന്റെ വീഡിയോസും പണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാനിതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമാണെന്ന് ഇതുവരെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഇത് ആക്ച്വലി ഒരു സിമ്പിൾ സാധനം. പല വർക്ക് ഇപ്പം ആകാശേട്ടൻ ശരിക്കും ആകാശേട്ടൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യാം ആകാശേട്ടനെ കൂടെ. സോ ദാറ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആകാശേട്ടനെ എടുക്കാമല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ആകാശേട്ടൻ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ വളരെ മിനിമൽ പ്രിപ്പറേഷനിൽ ശരിക്കും കാറ്റ് അറ്റൻഡ് ചെയ്തതാണ്. അതായത് മോക്ക് ടെസ്റ്റ് എടുത്തിരുന്നു, ഓൺലൈനായിട്ട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയിട്ടില്ല. പിന്നെ ഞാനല്ല തൊട്ട് മുന്നത്തെ വർഷം കഴിഞ്ഞുകൊണ്ട് നമ്മളിടയ്ക്ക് സംസാരിക്കുമായിരുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ളത്. എനിക്ക് ചോദിക്കാണ് ആകാശേട്ട, ഈ മോക്കില് സ്ഥിരമായിട്ട് ആകാശേട്ടന് ഈ കിട്ടിയ 99% ലെവലിലുള്ള സ്കോർ സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നോ?
അങ്ങനെയാണോ അതിനോട് ഇല്ലാത്തോട്ട്? ടു ബി റിയലി ഓണസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, എനിക്ക് മോക്കിൽ ഒരിക്കലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോക്കിൽ ഇതുവരെ എനിക്ക് മോക്കിൽ 99%. VRC ആണ് എന്റെ സ്ട്രെങ്ത്. ഓക്കെ, എനിക്ക് അറിയായിരുന്നു എന്റെ VRC ആയിരുന്നു സ്ട്രെങ്ത്. പക്ഷെ ഞാൻ ഒരിക്കലും 90ക്ക് മുകളിൽ പോലും മോക്കിൽ പോയിട്ടില്ല. ഓക്കെ, നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ എന്റെ ഈ ടഫസ്റ്റ് സെഷൻ DLR ആയിരുന്നു. എന്റെ റിയൽ കാറ്റിലും അതായിരുന്നു എന്റെ സ്കോർ കുറവ് കമ്പാരിറ്റീവ്ലി. പക്ഷെ അതിൽ ഐ വാസ് ഓൾവേസ് ഗുഡ് ഇൻ മോക്സ്. സോ മോക്കിന്റെ ഇത് ബേസിക്കലി മാർക്സ് അല്ല. Marks is not a point of mock at all. Mock in the entire, the reason why we have to do it is because our template നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഓക്കെ, അത് ഓരോരോ ദിവസം കിട്ടുന്ന നമ്മുടെ പേപ്പറിനെ എത്രത്തോളം നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, മോക്സിന്റെ മാർക്സ് എനിക്ക് ഒരിക്കലും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് റിലേറ്റബിൾ. ഒരു പെർസെന്റേജ് വരെ ഇനീഷ്യലി വെൻ ഐ വാസ് ലൈക്ക് ഫസ്റ്റ് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ അറ്റൻഡ് ചെയ്തിട്ടാകുമ്പോൾ പ്രോബബ്ലി എനിക്ക് ഒരു 60-70% എന്റെ സ്കോർ ആണെങ്കിൽ ആഫ്റ്റർ കുറച്ചും കൂടെ പഠിച്ചിട്ടൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഇംപ്രൂവ്ഡ്, ബട്ട് ഇറ്റ് ഹാഡ് നോ കണക്ഷൻ വിത്ത് മൈ റിയൽ മാർക്സ് വാട്ട് കെയിം. അപ്പൊ ബേസിക്കലി മോക്കില് ശരിക്കും നമ്മൾ ആ ഒരു ഇന്റർഫേസുമായിട്ട് ഫെമിലിയറൈസ് ആവാൻ കുറച്ച് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാന്നുള്ള മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒറിജിനൽ കാറ്റിന് പോയി ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ എത്രത്തോളം ഡിഫറന്റ് ഇൻ ദ സെൻസ് ഒരു നല്ല കാര്യം ഇതായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ എടുത്ത കുറച്ചുകൂടെ മോക്ക് ടെസ്റ്റ് കുറച്ചുകൂടെ ടഫ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക, ഒരു ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ കോൺസെപ്റ്റ്സ് ഉണ്ടാവും. കാറ്റിന് പോകുമ്പോഴത്തേക്കും കുറെ റിലാക്സ് ആയിരിക്കും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുത്തിട്ട് നമുക്ക് പറയാനുള്ള ബാക്കി ഗ്യാനിലോട്ട് സൊറവർസിലോട്ട് പോവാം. സ്ലോട്ട് ആകാശേട്ടൻ സ്ലോട്ട് 3 ആണോ എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. 2020 അല്ല, ഞാൻ 2020 ആയിരുന്നു. 2021 ജോയിൻ ചെയ്താണ്. അപ്പൊ CAT 2020 സ്ലോട്ട് 3 ആയിരുന്നു. അതെ, ഞാൻ അവരുടെ ഡൗട്ട് എന്താന്ന് പറഞ്ഞാൽ 1ഉം 2ഉം കഴിയുമ്പോഴത്തേക്കും യൂട്യൂബിലൊക്കെ കുറെ ചാനലുകളിൽ ആൾക്കാർ അതാണ് ഇതാണെന്നൊക്കെ പറയും. അത് എത്രത്തോളം നമ്മൾ സീരിയസ് ഞാൻ പറഞ്ഞ അവരുടെ അടുത്ത് നോക്കിയാൽ വേണ്ടതാണ്. ആകാശത്തിന് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഒന്നും ഇല്ല. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ യു ഷുഡ് ബി റിയലി ഹാപ്പി എന്നാ ഞാൻ പറയാം, എന്റെ ഒരു പെർസ്പെക്ടീവ് കേട്ടോ. ഇഫ് യു ഹിയർ ദാറ്റ് എക്സാം ഇസ് റിയലി ഡിഫിക്കൽട്ട്, ബി വെരി ഹാപ്പി. കാരണം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന അറ്റൻഡൻസ് ക്വസ്റ്റ്യൻസിന്റെ അക്യുറസി മാത്രമാണ് അപ്പോൾ ഡിഫറൻസ് ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? അതായത് ഫസ്റ്റും നിങ്ങളുടെ പേപ്പർ ഫസ്റ്റും സെക്കൻഡും സ്ലോട്ട് ഡിഫിക്കൽട്ട് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. സോ നമ്മുടെ ഒരു ഒബ്വിയസ് ഹ്യൂമൻ മെന്റാലിറ്റി ഇസ് തേർഡ് സ്ലോട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കണം. ഒരിക്കലും നമ്മളെ പേടി ഇതായിരിക്കില്ല, അയ്യോ തേർഡ് സ്ലോട്ട് ഈസി ആയി പോകുമെന്ന്. ആ പേടി എന്തായാലും ആർക്കും ഉണ്ടാവില്ല. സോ ദാറ്റ് ഇസ് എലിമിനേറ്റഡ്. സോ ദ അതർ പ്രോബബിലിറ്റി ഇസ് തേർഡ് സ്ലോട്ട് വിൽ ബി as difficult or more difficult than that. The best thing that happens is understand that difficult ആണെങ്കിൽ എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, സോ എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ സ്ലോട്ട് 3 കയറുമ്പോൾ ഇതേ ടെൻഡൻസി ആയിരുന്നു. എല്ലാവരും പറഞ്ഞത് ഭയങ്കര ടഫാണ് എക്സാം. ആക്ച്വലി ആയിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ എല്ലാവരും പറഞ്ഞിരുന്നു ഭയങ്കര ടഫായിരുന്നു എക്സാം എന്ന കാര്യമൊക്കെയാ. ഓക്കെ, സോ എന്റെ മൈൻഡിൽ ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതായത് എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഞാൻ അക്യുറേറ്റ് ആയിട്ടുള്ള മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ. ബിക്കോസ് ഐ വാസ് വെരി ഷുവർ. ഈ കാറ്റിന്റെ പെർസെന്റേജസ് അറിയാലോ. കാരണം ഒരു ഈ 100% ഇപ്പൊ 100 ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു 50-60 പേര് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർ പോലും ചെയ്യാണ്ട് വെറുതെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സീരിയസ് ടേക്കേഴ്സ് ഭയങ്കര കുറവാണ്. ഓക്കെ, സോ ഈ 60% ആൾക്കാരും എക്സാം കഷ്ടോ ഈസിയോ ആയിക്കോട്ടെ, അവരുടെ അക്യുറസി ലെവൽ ഇസ് ഓൾവേസ് ഫ്ലക്ച്വേറ്റിംഗ്. ഓക്കെ, അവർ ഒരിക്കലും ഈ പറഞ്ഞ പോലെ റൈറ്റ് ആൻസേഴ്സ് ഒന്നും നോക്കിയിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല. നേരെ മറിച്ച് സീരിയസ് ടേക്കേഴ്സ് മാത്രമേ ആ പാറ്റേണും അവരുടെ ടെംപ്ലേറ്റ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുള്ളൂ. സോ ഇഫ് യു ഹിയർ ദാറ്റ് ഇറ്റ്സ് വെരി ടഫ്, what you have to do best is, again personal opinion ato, if you hear it's very tough, make sure you concentrate on your accuracy and not your question selection. maximum attend ചെയ്യുന്നതിൽ അല്ല അപ്പൊ കാര്യം, accuracy ആണെങ്കിൽ ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ് അല്ലേ. കാരണം നല്ല ഡിഫിക്കൽട്ട് പേപ്പർ നിങ്ങളൊരു ഈ പറഞ്ഞ പോലെ ഒരു 80 സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള അക്യുറേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ പിന്നെ നത്തിങ് മോർ ദാൻ ദാറ്റ് സേഫ് സോണിലല്ലേ. സോ ദാറ്റ് ഇസ് മൈ പോയിന്റ് ഓഫ് വ്യൂ. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം ചെറുപ്പം തൊട്ട് നമ്മളടുത്ത് ഈ പറയുന്ന ആക്യുറസിയെ കുറിച്ചോ അല്ലെങ്കിൽ കുറച്ച് സാധനം വൃത്തിക്ക് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരുന്നതല്ല. നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എല്ലാം ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മളെ പുഷ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കോമ്പറ്റേറ്റീവ് ഒരു ലാൻഡ്സ്കേപ്പിലോട്ട് വരുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം മാത്രമല്ല, ഇന്റർവ്യൂ ആണെങ്കിൽ പോലും ചില ആൾക്കാർ വിചാരിക്കും ഇന്റർവ്യൂ ഈസി ആയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുക ഇന്റർവ്യൂ മാക്സിമം സ്ട്രെസ് ഇന്റർവ്യൂ ആയാൽ മതി എന്നുള്ള. കാരണം സ്ട്രെസ് ഇന്റർവ്യൂ ആണെങ്കിൽ നമുക്കറിയാതെ സ്ട്രെസ് ഇന്റർവ്യൂ ആണെന്ന് അവരുടെ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് അറിയാത്ത സാധനങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്നാൽ തന്നെ, അതായത് സ്ട്രെസ് ഇന്റർവ്യൂവിന് തലയിറങ്ങി വീഴുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ കുറച്ച് ചിരിച്ചോണ്ട് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ തന്നെ വിൽ ഗെറ്റ് ത്രൂ. സോ കോമ്പറ്റേറ്റീവ് ഇതിൽ വരുമ്പോൾ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് കേട്ടാൽ, ഒന്നാമത്തെ കാര്യം സ്ലോട്ട് 1 സ്ലോട്ട് 2 ഡിഫിക്കൽട്ട് ആണെന്ന് യൂട്യൂബിലോ ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ടിട്ട് സ്ലോട്ട് 3 അതേപോലെ ഡിഫിക്കൽട്ട് ആവും നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ആകാശേട്ടൻ പറഞ്ഞ പോലെ
ഈ പറയുന്ന ആക്യുറസി ഫോക്കസ് ഫീൽഡ് ചെയ്യുക. വേറൊരെണ്ണം ചോദിച്ചിട്ടുള്ളത് DALR ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അല്ല, ആ മറ്റേ ക്വസ്റ്റ്യനില് സ്ലോട്ട് 1 or 2 നിങ്ങൾ ഒരു പാറ്റേൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കില്ലേ എന്നൊക്കെ. സി മേജർ പാറ്റേൺ ചേഞ്ചസ് ഒരിക്കലും ഈ പറഞ്ഞ കാറ്റ് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഓക്കെ, നിങ്ങളിപ്പോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വുഡ് ഹാവ് സീൻ അറ്റ്ലീസ്റ്റ് ഒരു ലാസ്റ്റ് 5-6 ഇയേഴ്സിന്റെ പേപ്പേഴ്സ് നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, അതിലൊക്കെ നോക്കി കഴിഞ്ഞാലും ദർ ഇസ് നോ മേജർ ചേഞ്ച് ഇൻ ദ പാറ്റേൺ. ഓക്കെ, ഡിഫിക്കൽട്ടി ലെവൽ ചിലപ്പോൾ ചേഞ്ച് ആവാറുണ്ട്, വളരെ കുറച്ച് പാറ്റേൺ ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സി അഗെയിൻ ഐ വുഡന്റ് സജസ്റ്റ് നിങ്ങൾ ഒരിക്കലും വീഡിയോ നോക്കരുത് എന്നുള്ളത്. കാരണം ഞാൻ നോക്കിയിട്ടുണ്ട്, പച്ചയ്ക്ക് പറയാല്ലേ, ഞാൻ സമ്മതിക്കും. ഞാൻ തേർഡ് സ്ലോട്ട് ആയതുകൊണ്ട് ഞാൻ സെക്കൻഡ് സ്ലോട്ടിന്റെ റിവ്യൂ വീഡിയോസ് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ആസ് മച്ച് ആസ് എന്നെ ആൾക്കാർ പറഞ്ഞ സാഹിൽ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളത് അഡ്വൈസ് ചെയ്തിട്ടുണ്ട് നോക്കരുത് എന്നുള്ളത്. പക്ഷെ ഹ്യൂമൻ ടെൻഡൻസി ആണ്, ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് എക്സാം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, പക്ഷേ ദാറ്റ് ഇസ് അപ് ടു യു, കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഉള്ളത്. പക്ഷെ ദ ബെസ്റ്റ് തിങ് ഇസ് കേട്ട് കഴിഞ്ഞിട്ടും നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങൾ പിക്ക് ചെയ്യുക. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. അതായത് ഇപ്പൊ പാറ്റേൺ ചേഞ്ച് ആണെങ്കിൽ പോലും വിചാരിക്കുക ഈ ഒരു പുതിയ പാറ്റേൺ ഫസ്റ്റും സെക്കൻഡും കയറിയ ആൾക്കാർക്കൊക്കെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഓക്കെ, സിമിലർലി ഈ പറഞ്ഞ പോലെ ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ സ്ലോട്ടിലെ ആൾക്കാരാണെങ്കിലും പലതും ഇത് അവെയർ പോലും ആയിരിക്കില്ല. എത്ര പേര് യൂട്യൂബ് റിവ്യൂ നോക്കുന്നുണ്ടാവും ഈ പറഞ്ഞ അറ്റൻഡൻസിൽ? അഗെയിൻ സീരിയസ് അറ്റൻഡൻസ് മാത്രമേ യൂട്യൂബ് റിവ്യൂ ഒക്കെ നോക്കുള്ളൂ. ഓക്കെ, സോ ഇറ്റ്സ് എ ഫെയർ ഗ്രൗണ്ട്. എല്ലാവരും കളിക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരേ ഫെയർ ഗ്രൗണ്ട് ആണ്. ബേസിക്കലി അത് അഫക്ട് ചെയ്യാണ്ട് സെയിം സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കീ. ഡെഫിനറ്റ്ലി. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ സ്ലോട്ട് 1ഉം സ്ലോട്ട് 2ഉം ഡിഫിക്കൽട്ട് ആണോ എന്ന് പറയാണ്. പക്ഷെ വാട്ട് ഇഫ് സ്ലോട്ട് 3 ടു ദി സർപ്രൈസ് ഭയങ്കര ഈസി ആക്കിയാൽ? ദിസ് ക്യാൻ ഹാപ്പൻ ബിക്കോസ് കാറ്റിൽ ഒരു നോർമലൈസേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല രീതിയിൽ കാറ്റിന്റെ ഡിഫിക്കൽട്ടി മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങൾ എക്സാം ഹോളിൽ പോകുമ്പോൾ എന്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാം ഹോളിൽ ക്യൂവിൽ നിൽക്കുമ്പോൾ കുറെ ആൾക്കാർ പറയുന്നുണ്ടാവോ ഇത്തവണത്തെ കാറ്റ് ഭയങ്കര ടഫാണെന്നാണ് കേട്ടത്, നാട്ടുകാർ അങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിങ്ങളുടെ മൈൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എക്സാം സെന്ററിൽ പോയി ഇരിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന സ്ലോട്ട് 3 ആണെങ്കിൽ അല്ലെങ്കിൽ സ്ലോട്ട് 2 ആണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ പറയും അറിഞ്ഞോ സ്ലോട്ട് 1 ഭയങ്കര ടഫാണെന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഈസി ആണെന്നാ പറയുന്നത്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. കാരണം ഇതിനൊന്നും ഒരു പരിധി കൂടുതൽ നിങ്ങളെ എഫക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ പറഞ്ഞ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ പെർട്ടിക്കുലർലി നിങ്ങൾ എന്താ മീൻ ചെയ്യുന്നത് വെച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കുറയ്ക്കണോ ഡിഫിക്കൽട്ട് എന്ന് വിചാരിച്ചിട്ട് ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്സ് എഫക്ട് ചെയ്യും. സി അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കുറയ്ക്കണം എന്ന് ഞാൻ പറയില്ല. വാട്ട് ഐ മെന്റ് വാസ് വെരി ക്ലിയർലി എന്താ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. അതിപ്പോ ഡിഫിക്കൽട്ട് ആണെങ്കിലും ഈസി ആണെങ്കിലും അതേ സ്ട്രാറ്റജി തന്നെയാണ്. ഓക്കെ, ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ആവാം. കാരണം ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് സെറ്റില് ഡിഫിക്കൽട്ട് ആയിരുന്നു നിങ്ങൾക്ക് അറിയാം. അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാം റാദർ ദാൻ ടേക്കിംഗ് എ ഹിറ്റ് ഓൺ യുവർ ഫീലിംഗ്സ്. അത്രയേ ഉള്ളൂ. ഇത്ര മോക്കെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ പരീക്ഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതൊരു ടഫ് ആണോ ഈസി ആണോ എന്നുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള പേപ്പർ ആണെന്നാണ്. നിങ്ങൾക്ക് വളരെ ഈസിലി നിങ്ങൾ മോക്കിൽ സ്കോർ ചെയ്തതിനേക്കാളും ഒക്കെ ഒരുപാട് സാധനങ്ങൾ ക്ലിയർ ആയിട്ട് ഷുവർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ടുള്ള എക്സാം ആണ്. രണ്ടാണെങ്കിലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടില്ല. കാരണം ഒബ്വിയസ്ലി ഇറ്റ്സ് എ റിലേറ്റീവ് സ്കോറിംഗ് എക്സാമിനേഷൻ. സോ നിങ്ങൾക്ക് പറ്റുന്നത് മാക്സിമം അതിൽ കൊടുത്തിട്ട് വരിക. ബട്ട് ദെൻ അഗെയിൻ അവസാനത്തെ മിനിറ്റ് വരെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാൻ വേണ്ടി വേണം നോക്കാൻ. അല്ലാതെ ഈ എന്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 മണിക്കൂർ ഗ്യാറ്റാണല്ലോ, അപ്പൊ ഒരു നേരത്തെ ഇറങ്ങാൻ പറ്റും എക്സാം ഹോളിൽ. അങ്ങനെയുള്ള ഒരു ചോദ്യത്തിനുള്ള സ്കോപ്പ് പോലും ഇല്ല. അവസാനത്തെ മിനിറ്റ് അവിടുത്തെ ആ 2 മണിക്കൂർ ടൈമർ ഫില്ല് ആവുന്ന വരെ, കഴിയുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. പിന്നെ കുറെ സാധ്യതയുള്ള സാധനങ്ങളാണ് ഈ സോൺ ഔട്ടായി പോകുന്നുള്ളത്. സോൺ ഔട്ടായി പോകുന്നത് വെരി നാച്ചുറൽ ആണ്. ഞാൻ സോൺ ഔട്ടായി പോയിട്ടുണ്ട് VRCയിൽ ഞാൻ സോൺ ഔട്ടായി. ഞാൻ ശരിക്കും 1 വർഷം കൂടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഞാൻ മുന്നിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ റിയലൈസ് ചെയ്തു കാറ്റ് കഴിഞ്ഞിട്ടില്ല, ഇനിയും എനിക്ക് സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് പിന്നെയും തിരിച്ചു വരികയായിരുന്നു. DALRൽ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ് യൂഷ്വലി ഇൻ മോക്ക് സോഫാർ. എന്താ ചെയ്യുക? ഇപ്പൊ പുതിയ സ്ട്രാറ്റജീസ് നിങ്ങൾ ഈ വീഡിയോയിൽ ചോദിച്ചോളൂ. അത് നിങ്ങളുടെ ഒരു തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഇതുവരെ നിങ്ങൾ കുറച്ച് മോക്കൊക്കെ എടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. DALRൽ എന്റെ ഒരു അഭിപ്രായത്തിൽ മിനിമം ഒരു ആദ്യം കാണുന്ന സെറ്റ് തന്നെ വെച്ച് തുടങ്ങാതെ ആദ്യം കുറച്ച് ടൈം എടുത്ത് ഒരു 2 സെറ്റ് എടുക്കുക, എന്നിട്ട് ഒരു സെറ്റിൽ ചെയ്തു തുടങ്ങുക. ഇൻ കേസ് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ആയിട്ടും ഒന്നും എവിടെയും എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫോക്കസ് ഓൺ ഒരു DI സെറ്റ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം DIയിൽ ഒരുപാട് ലോജിക്ക് ഇൻവോൾവ് അല്ല, ഇറ്റ്സ് മോർ കാൽക്കുലേഷൻ ഇന്റൻസീവ്. സോ കാൽക്കുലേഷൻ ഇന്റൻസീവ് ആയിട്ടുള്ള ആ ഒരു സാധനം ക്രാക്ക് ചെയ്യാൻ നോക്കുക. ആൻഡ് ഓൾസോ തീറ്റ ക്വസ്റ്റ്യൻസ് ടഫ് ആയിട്ടുള്ള തീറ്റ ക്വസ്റ്റ്യൻസിൽ വെറുതെ പോയി സമയം കളയരുത്.
പക്ഷെ തീറ്റ ക്വസ്റ്റ്യൻസ് വെറുതെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിടാം. എസ്പെഷ്യലി ഒരു 0 to 9 ഉള്ള ഒരു ഇന്റിജർ റെസ്പോൺസ് ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോ ചില കേസസിൽ എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷൻ 1 2 3 4 ഏതെങ്കിലും ഒരു ഓപ്ഷന്റെ മാർക്ക് ചെയ്യാനായിരിക്കും, അതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സോ അതൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബെസ്റ്റ് സ്ട്രാറ്റജി എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സെറ്റ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. നിങ്ങളുടെ ഫ്ലക്ച്വേറ്റിംഗ് മാർക്സ്, എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ മാർക്സ് എപ്പോഴും എന്റെ മാർക്സ് ഫ്ലക്ച്വേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് DLR ആയിരുന്നു ഏറ്റവും ടഫ്. അപ്പോൾ DLRൽ എന്റെ ഫ്ലക്ച്വേറ്റ് ആവുന്നത് ഓൾവേസ് വാസ് ബിക്കോസ് ഓഫ് മൈ റോങ് സെലക്ഷൻ ഓഫ് ദ സെറ്റ്സ്. ഓക്കെ, കാരണം നിങ്ങൾ അഗൈൻ DLRലൊക്കെ നമുക്കറിയാം പൊതുവെ എല്ലാവർക്കും ടഫാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരു സെറ്റോ 2 സെറ്റോ അടിപൊളിയായിട്ട് ക്വിക്കിലോ കറക്റ്റ് ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യു ആർ ഓൺ എ വെരി സേഫർ സൈഡ്, ഡൺ ഡീലാണ്. ഓക്കെ, അപ്പോ കുറച്ചും കൂടി ടൈം സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാൻ പറയില്ല, പക്ഷെ ടിപ്പ് വുഡ് ബി ബേസിക്കലി ടു പിക്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദാറ്റ് ഇസ് കോമൺ ഫോർ വാട്ട് എവർ സ്ട്രാറ്റജി യു ആർ ഡൂയിങ്, കാരണം ദാറ്റ് ഇസ് ദ കീ എലമെന്റ്. ഒബ്വിയസ്ലി DLR പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് പോലും അറിയാം ഇത് ഈ മൊത്തം എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു മനുഷ്യനും ഇല്ല. ആ എക്സാമിൽ ഈ 40 മിനിറ്റിൽ ഒരു മനുഷ്യനും ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് വെരി സിമ്പിൾ, പിക്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നിങ്ങൾക്ക് എപ്പോഴൊക്കെ സ്കോർ നല്ലോണം വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അപ്പൊ യു വുഡ് ഹാവ് സ്കോർഡ് ബെറ്റർ. സോ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് പിക്കിംഗ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. യെസ്, BRCയും ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ. BRCയിലും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്ട്രാറ്റജി. ചിലപ്പോൾ നിങ്ങൾ ഹൈ അറ്റംപ്റ്റിൽ ഒരു മോഡറേറ്റ് ആക്യുറസി ആയിരിക്കും. അങ്ങനെയുള്ള ഒരു BRCയിൽ മാത്രം ഞാൻ എക്സെപ്ഷൻ തരാം. ക്വാണ്ടിലും DLRലും നിങ്ങൾ ഷുവർ അല്ലാത്ത സാധനങ്ങൾ ആകാശം പറഞ്ഞാൽ ഉത്തരത്ത്, DLRൽ പ്രത്യേകിച്ച്. പക്ഷെ BRCയിൽ സംടൈംസ് യു വിൽ ഹാവ് ടു ടേക്ക് വെരി കാൽക്കുലേറ്റഡ് ഇന്റലിജന്റ് ഗസ്, അതായത് 90% മോഡൽ ഷുവർ ആണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ. കാരണം BRCയിലൊക്കെ കുറെ ആൻസേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് ഒക്കെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ കുറെ ആൻസേഴ്സ് സിമിലർ ആയിരിക്കും. ലിറ്ററലി ഇറ്റ് വിൽ ബി ലൈക്ക് ഫേസ് സെയിം, അതായത് സെക്കൻഡും തേർഡും ഓപ്ഷനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ അവിടെ നിങ്ങൾ പിക്ക് ചെയ്യാതെ അത് വിട്ട് കഴിഞ്ഞാൽ ഉള്ള ചാൻസസ് ആണ് ബേസിക്കലി. സോ VRC പിന്നെ VRCക്ക് പ്രിപ്പയർ ചെയ്യാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം മെത്തേഡ്സ് ഒന്നുമില്ല. നിങ്ങളിപ്പോ എന്ത് കോച്ചിങ് ട്രെയിനിങ് നമ്മൾ ഏത് വീഡിയോ നോക്കിയാലും കുറെ ഹാക്സ് ഒക്കെ ആൾക്കാർ പറയുമെങ്കിൽ പോലും VRC അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കുറച്ചൊക്കെ നമ്മുടെ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു സെൻസ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോ ആ സെൻസ് നമ്മൾ കുറച്ച് യൂസ് ചെയ്യേണ്ടി വരും. ഇൻ ദ സെൻസ് ഈവൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു കാര്യം, ഇപ്പൊ 99% BRCയിൽ വാങ്ങിയ ഒരാളായിട്ട് ചോദിക്കുക, BRCക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് കുറെ പ്രിപ്പയർ ചെയ്തിട്ടോ ട്രെയിൻ ചെയ്തിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ശരിക്കും ഇൻ പർട്ടിക്കുലർ? Again, honestly speaking, ഇല്ല. കാരണം ഇംഗ്ലീഷ് എന്റെ ഒരു സ്ട്രെങ്ത് ആയിരുന്നു. VRC പേഴ്സണലി it would not be a right thing for me to say. But then എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ചെയ്തിട്ടില്ല. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ വാസ് ഓൾവേസ് എക്സലന്റ്. ഞാൻ പറഞ്ഞ പോലെ എന്റെ VRC സ്കോഴ്സിൽ ഒരിക്കലും ഞാൻ 99 ഒന്നും മോക്സിൽ എടുത്തിട്ടില്ല. ഓക്കെ, പക്ഷെ എന്റെ കേസിൽ വിച്ച് ഹാസ് ഹെൽപ്ഡ് ഇസ് മോക്ക്. കാരണം എന്റെ പ്രശ്നം ബേസിക്കലി ഞാൻ സ്കോർ ചെയ്യുമ്പോൾ സ്കോർ ചെയ്യുന്ന ഒക്കെ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ സോൺഡ് ഔട്ട് ആവുന്നത്, പിന്നെ സ്പീഡായിരുന്നു. അതായത് നമ്മൾ ഈ പാസേജ് വായിക്കുന്ന ഇഫ് യു ആർ നോട്ട് യൂസ് ടു ഇറ്റ് നമ്മൾ ഭയങ്കര ടൈം എടുക്കും, അല്ലെങ്കിൽ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് പോകും. ചിലപ്പോ സ്കിം ചെയ്ത് റീഡ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ കുറച്ചും കൂടെ ടൈം എടുക്കും. ഓക്കെ, സോ ഐ പേഴ്സണലി ഫീൽ എത്ര ബാഡ് ആണെങ്കിലും ഒരാൾ ബാഡ് ആണെങ്കിലും BRCയിൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് യു കാനോട്ട് ഇംപ്രൂവ് ബിക്കോസ് ഓഫ് എനി ഹാക്സ് ഓർ ട്രെയിനിങ്. ഓക്കെ, അതിൽ അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് മോർ അബൌട്ട് പ്രാക്ടീസ്. നമ്മൾ എത്രത്തോളം മോക്സ് എടുത്തിട്ടുണ്ടോ, ഈ മസിൽ സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു എന്താ പറയുക മസിൽ മെമ്മറി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു മെമ്മറിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ VRC ഐ വുഡന്റ് സേ ലൈക്ക് എന്താ സ്പെഷ്യൽ ആയിട്ടൊരു ട്രെയിനിങ് എന്നുള്ള കാര്യം ഉണ്ട് എന്നുള്ളത്. മനസ്സിലായി. ഒരു ക്വസ്റ്റ്യൻ ബിൻസ ചോദിച്ചിട്ടുള്ളത്, ഈവൻ ഇഫ് ദി സ്ലോട്ട് ഈസ് ഡിഫിക്കൽട്ട് there will be some easy questions to attend, right? ആകാശേട്ടന് പറയണ്ടോ ഈസി ക്വസ്റ്റ്യൻ എത്ര ഡിഫിക്കൽട്ട് സെറ്റ് ആണെങ്കിലും ഈസി ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ആൻഡ് കൂടുതൽ ഡിഫിക്കൽട്ട് ആകുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഈസി പേപ്പർ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ 22 ക്വസ്റ്റ്യനിൽ മേ ബി ഒരു 8 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻ ഈസി ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഡിഫിക്കൽട്ട് സെറ്റ് ആകുമ്പോൾ ഈ 22 ക്വസ്റ്റ്യനിൽ ചിലപ്പം 8ന് പകരം 4 ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിഫിക്കൽട്ട് ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാവുക. ഈ 4 എണ്ണം മാത്രം ചെയ്താൽ നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാം ഇഫ് ഇറ്റ് ഈസ് ആക്ച്വലി എ ഡിഫിക്കൽട്ട് സെറ്റ്. പക്ഷെ ഈ 4 എണ്ണം ഈ ബാക്കി 18 ഡിഫിക്കൽട്ടിന്റെ ഇടയിൽ സാൻഡ്വിച്ച്ഡ് ആയിരിക്കുന്നത് കൊണ്ട് ആ സമയത്തുള്ള ടെൻഷനിൽ നമുക്ക് ആ 4 സാധനം പിക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെയാണ് ഈ ABC സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള റൗണ്ട്സ് ടെക്നിക് ഒക്കെ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഫസ്റ്റ് ഫുൾ ക്വസ്റ്റ്യൻ സ്കിം ചെയ്തിട്ട് അതിനകത്ത് ഈസി ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്ത് അത് മാത്രം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്ത് ബാക്കിയുള്ള ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് റൗണ്ട് ചെയ്യാൻ പറ്റുന്നത് മാർക്ക് ഫോർ റിവ്യൂ അടിച്ച്
നെക്സ്റ്റിൽ പോവാന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ടു പുട്ട് ഇറ്റ് വെരി സിമ്പിൾ, എത്ര ടഫ് ക്വസ്റ്റ്യൻ, എത്ര ടഫ് സെറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ, കാരണം പേപ്പർ ഇടുന്ന ആൾക്കാർക്കും അറിയാം കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, അത് വെരി സിമ്പിൾ ആണ്. കാരണം അവരുടെ ഒരു പേഴ്സണൽ സെറ്റിംഗ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ വെച്ചിട്ട് തന്നെ ഈസി ക്വസ്റ്റ്യൻസ് എന്തായാലും ആ സെറ്റിൽ ഉണ്ടായാലേ പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് അവർക്കൊരു ചോയ്സ് ഉണ്ട് എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ സെക്ഷനിലും ചില ഈസി ക്വസ്റ്റ്യൻസ് ഇസ് ലൈക്ക് മാൻഡേറ്ററി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി ദേ വിൽ ബി ക്വസ്റ്റ്യൻ ടു റൈറ്റ്, ഒരു സർട്ടൈൻ എക്സ്റ്റെന്റിൽ എന്തുകൊണ്ട് ഇത് പറഞ്ഞ പോലെ ഡിഫിക്കൽട്ടി മാത്രം ഉണ്ടായിരുന്നു. സോ ഈസി ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും എല്ലാ സ്ലോട്ടിലും, എത്ര ഡിഫിക്കൽട്ടും ആയിക്കോട്ടെ സ്ലോട്ട്, പക്ഷെ ഡെഫിനറ്റ്ലി ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഫോർ പിക്കിംഗ്. ഡെഫിനറ്റ്ലി ആകാശേട്ടൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. അവർക്കും ഈ ഒരുപാട് ബാക്ക്ലാഷ് എടുക്കാനൊന്നും താല്പര്യമില്ല. വെറുതെ കംപ്ലീറ്റ്ലി ഒരു പുതിയൊരു റീഇൻവെന്റ് ചെയ്ത് പുതിയ വെർഷൻ ഓഫ് കാറ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് വെറുതെ എല്ലാരെ കൊണ്ടും നിങ്ങളുടെ പാറ്റേണും ഇത്ര സ്കോർ ചെയ്താൽ ഇത്ര പെർസെന്റേജിൽ കിട്ടുന്നതൊക്കെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കാരണം ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ടാ. സോ ഇഫ് യു സീ ദാറ്റ് ഒരിക്കലും ഹിസ്റ്റോറിക്കൽ ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് ആ സൈഡിൽ പോവില്ല. ഒരു 10-20 മാർക്സ് ഗ്യാപ്പ്, എത്ര ടഫ് സെറ്റ് ആണെങ്കിലും 10-20 മാർക്സ് ഗ്യാപ്പ് ആണ് ഒരു 90% ഓഫ് ഈസി ഇത് വെച്ചിട്ട് ടു അനദർ 90% ഓഫ് വെരി ടഫ് സെറ്റ് ഉണ്ടാവുക. അത്രേ ഉണ്ടാവുള്ളൂ. യെസ്. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പിന്നെ ജനറൽ ആയിട്ട് പിന്നെ അങ്ങനെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഓൾസോ പറയാനുള്ളത് ഒരുപാട് ഇനി ഡൗട്ട്സ് ഉണ്ടാവില്ല. കാരണം ഇവരെല്ലാരും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കുറെ മോക്കെടുത്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ആകെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇന്നലെ എന്റെ ലാസ്റ്റ് വീഡിയോ കാറ്റിന് മുന്നേ ഉള്ള ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ബട്ട് അഗൈൻ ഐ തോട്ട് ലൈക്ക് കുറെ ആൾക്കാർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് തീരെ പറ്റുന്നില്ല, നാളെ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരുന്നോണ്ട് വി തോട്ട് ലൈക്ക് വിൽ ഹാവ് എ സ്മോൾ ചിറ്റ് ചാറ്റ് സെഷൻ ആൻഡ് വിൽ ടേക്ക് some of your questions as well on the way. വേറെ എന്തെങ്കിലും ഒരു ഫൈനൽ ഇതായിട്ട് കൊടുക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പയ്യെ ലൈവ് ക്വിറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇന്ന് രാത്രി മോക്ക് എടുക്കാൻ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇന്ന് രാത്രി മോക്ക് എടുക്കാനുണ്ടെങ്കിൽ നിങ്ങളെ ഇറ്റ് വിൽ ഡു യു മോർ ഹാം ദാൻ ഇറ്റ് വിൽ ഡു യു ഗുഡ് എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മെന്റൽ സ്റ്റേറ്റിൽ ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു കുഡ് ഡു ഇസ് ടു റിവൈസ്. ഞാൻ ഈ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉള്ള ഒരാളായിരുന്നു എക്സാം. കാരണം ഞാൻ പറഞ്ഞാൽ എനിക്ക് വർക്കിന്റെ ഇത് ഉണ്ടായിരുന്നു. ഐ വാണ്ടഡ് ടു ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ദിസ് ഇയർ. അങ്ങനെ അത്യാവശ്യം നല്ല ടെൻഷൻ ഉള്ള ഒരു ടൈമിലാണ് എടുത്തത്. ഓക്കെ, സോ ഐ വാസ് നെവർ ദ പേഴ്സൺ. ചിലപ്പോൾ സാഹിൽ എന്നോട് പറഞ്ഞിട്ട് സാഹില് തലേദിവസം ഒന്നും ചെയ്തിട്ടില്ല, ചില്ല് ചെയ്തായിരുന്നു. കാരണം നെക്സ്റ്റ് ഡേ അറ്റൻഡ് ചെയ്യാൻ കൂൾ ആയിട്ട് പോയായിരുന്നു. പക്ഷെ എന്റെ ഒരു സ്റ്റേറ്റ് വെച്ചിട്ട് ഐ ഡെഫിനറ്റ്ലി വാണ്ടഡ് ടു ഹാവ് ഗെറ്റ് ഇൻ ദാറ്റ് ഇയർ ഹൗ എവർ പോസിബിൾ. സോ ഞാൻ ചെയ്തത്, ഞാൻ ഒരിക്കലും മോക്ക് എടുത്തിട്ടില്ല. ബിക്കോസ് ദാറ്റ് വാസ് എ ബിഗ് നോ നോ. ഇറ്റ് ഈസ് എ വെരി ബിഗ് നോ നോ. ബിക്കോസ് നിങ്ങളുടെ കോൺഫിഡൻസിനെ സിഗ്നിഫിക്കന്റ് ആയിട്ട് അഫക്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളെ ഒരു തമാശ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇതേ ഉള്ളൂ. ഇന്നത്തെ മോക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ 2 കാര്യം നടക്കുള്ളൂ. ഒന്നുകിൽ ഭയങ്കര ടഫ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ നടക്കാൻ പോകുന്നത്? നിങ്ങളുടെ കോൺഫിഡൻസ് ഡൗൺ ആവും. ഓക്കെ, അല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷെ നല്ല ടെൻഷൻ അടിച്ചിട്ട് മോക്ക് എടുക്കുന്ന ഒരാൾ ഈസി ആയിട്ട് കിട്ടിയാലും വിചാരിക്കും, ഓ ഇന്ന് ഈസി ആയിരുന്നു, ഇനിയിപ്പോ നാളെ ടഫ് ആയിരുന്നെങ്കിലോ എന്നുള്ളത്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ രണ്ടാണെങ്കിലും ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ബ്രിങ്സ് എ ഡിഫറൻസ് ഇൻ യുവർ കോൺഫിഡൻസ് വിച്ച് ഇസ് നോട്ട് ഗോയിങ് ടു ഡു യു ഗുഡ്. സോ ദ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് റിവൈസ്. നിങ്ങൾ ചിലപ്പോൾ നോട്ട്സ് ഉണ്ടാക്കി കാണും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീഡിയോസ് ചിലപ്പോൾ മാർക്ക് ചെയ്ത് കാണും. പുതിയ കോൺസെപ്റ്റ് ഒന്നും നോക്കാതെ ജസ്റ്റ് സ്കിം ചെയ്ത് പോവുക, എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. സോ ദാറ്റ് മെമ്മറിയിൽ ഈ പറഞ്ഞ നമുക്കൊക്കെ തോന്നും ലാസ്റ്റ് മിനിറ്റ് എക്സാമിൽ പഠിച്ച സാധനങ്ങളൊക്കെ തലയിൽ ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് എ ബേസിക് തിങ്. ഞാനൊരു എഞ്ചിനീയർ ആണ്, അതുകൊണ്ട് എനിക്ക് മുന്നേ തന്നെ അറിയാം അതെങ്ങനെയാന്നുള്ളത്. ഓക്കെ, സോ അത് വേണമെങ്കിൽ, ആ ഒരു കോൺഫിഡൻസ് വേണമെങ്കിൽ ജസ്റ്റ് റിവൈസ് ത്രൂ വാട്ട് എവർ ഈ പറഞ്ഞ ഫോമിലെയോ ചെറിയ ഹാക്സും കാര്യമൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്കിം ചെയ്യുക. ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് തിങ്. എന്റെ അടുത്ത് ഇന്ന് ഒരാൾ ചോദിച്ച ഒരു ചോദ്യം കൂടെ ഞാൻ ആകാശേട്ടൻ്റെ ചോദിക്കാം. കഴിഞ്ഞ 5-6 മാസമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞാണ്, എനിക്കിപ്പോ ഒന്നും ഓർമ്മയില്ല. ഞാൻ അവിടെ കൊണ്ട് പോയി, എനിക്ക് സ്ട്രാറ്റജി അറിയാം, ഞാൻ പഠിച്ച ഒരു സാധനം എനിക്കിപ്പോ ഓർമ്മയില്ല. അവിടെ പോയിട്ട് എന്തെങ്കിലും കിട്ടി എന്ന് പറഞ്ഞു. ഇത് ശരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ സാധാരണ ബ്ലാങ്ക് ഔട്ട് ഭയങ്കര പോസിബിൾ ആണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ കാറ്റ് എക്സാം ഭയങ്കര സിമ്പിൾ ആണെങ്കിലും നമ്മളതൊരു കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു എക്സാം ആണ്. ഓക്കെ, കാരണം ഞാൻ എഴുതുന്ന ടൈം ഞാനും കോംപ്ലിക്കേറ്റ് ചെയ്ത ആളാണ്. Now that I look at it after 3 years, it's a very simple exam which is competitive. അത് agree completely. Okay, the exam is not tough. The competition is what makes it tough. Okay, so അത്രയും നമ്മൾ മെന്റലി ട്രെയിൻ ചെയ്ത് ഇത്രയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ബ്ലാങ്ക് ഔട്ട് ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, വി ആർ ഓൾ ഹ്യൂമൻ ബീങ്. ഈ ഫീൽ ചെയ്ത സാധനമൊന്നും അത്ര പെട്ടെന്നൊന്നും തലയിൽ പോയില്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജി ഓർമ്മക്കും ചില കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ വേറൊരു കാര്യം എന്തുകൊണ്ട് നമുക്ക് ബ്ലാങ്ക് ഔട്ട് തോന്നുന്നത് വെച്ചാൽ, എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മൾ കുറെ ഹാക്സ് തലയിൽ കയറ്റും കാറ്റിന് വേണ്ടിയിട്ട്. അതായത് കുറെ ട്രിക്സും ടിപ്സും ഒക്കെ നമ്മൾ തലയിൽ കയറ്റി നമ്മൾ വിചാരിക്കും ഇതൊക്കെ എക്സാം ഡേയിൽ നടത്തുന്നത്. പക്ഷെ ആ ടൈം ആവുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ചിലപ്പോൾ ഈ ഹാക്സ് ഒന്നും തലയിൽ വന്നൊന്നുമില്ല. പക്ഷെ ഈ ഹാക്സ് ഒന്നും ഇല്ലാണ്ടും നിങ്ങൾക്ക് മനസ്സിലാവണം, ഹാക്സ് ഒന്നും ഇല്ലാണ്ടും സുഖമായിട്ട് ഈ ഈസി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഒരിക്കലും ഹാക്സ് വേണ്ട.
ഹാർഡ് ക്വസ്റ്റ്യൻസ് ക്വിക്ലി ഫിൽ ചെയ്യാനാണ് ഹാക്സും കാര്യങ്ങളൊക്കെ. സോ ബ്ലാങ്ക് ഔട്ട് സിറ്റുവേഷൻ ഇസ് വെരി നോർമൽ. ഓക്കെ, ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു കുഡ് ഡു ഇസ് ഈ പറഞ്ഞ പോലെ റിവൈസ് ചെയ്യാൻ നോക്കുക. ബ്ലാങ്ക് ആയി എന്തായാലും ചുമ്മാ സാധനമുള്ള റിവൈസ് ചെയ്യുക, തലയിൽ എന്തായാലും സ്റ്റിക്ക് ഓൺ ചെയ്യും. സി യു ബീൻ പുട്ടിംഗ് എഫേർട്സ് ഫോർ അറ്റ്ലീസ്റ്റ് എ ഫ്യൂ months or a couple of weeks at least. ആ couple of weeks നിങ്ങളുടെ എഫേർട്ട് വിൽ ഒബ്വിയസ്ലി കം ത്രൂ. ഡെഫിനറ്റ്ലി. ഒന്നും ഓർമ്മയില്ലാന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. ഓക്കെ, സി അത് തോന്നല് മാത്രമാണ്, അവിടെ എത്തുമ്പോ കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ആകാശേട്ടൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആ. സി കോംപ്ലക്സ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഒരുപാട് ഈ പറഞ്ഞ നിങ്ങൾ പഠിച്ച സാധനങ്ങളൊക്കെ വേണ്ടി വരുന്നത്. ഇപ്പൊ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്ന റൂബൻ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ കാറ്റ് വെറുതെ എഞ്ചിനീയറിംഗിന് ഫൈനൽ ഇയറിൽ പോകുമ്പോൾ വെറുതെ എഴുതി IIT കാൺപൂരിൽ MBA കയറിയതാണ്. അത്യാവശ്യം നല്ല പെർസെന്റേജ് ഉണ്ടായിരുന്നു. സോ പുള്ളിക്കാരൻ്റെ അടുത്തും പറയും അങ്ങനത്തെ കുറെ കേസ് ഉണ്ട്. വെറുതെ പോയി കാറ്റ് എഴുതി ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ കാറ്റ് എഴുതുമ്പോൾ കിട്ടുന്ന അതിനകത്തുള്ള ഒരു ഡിഫറൻസ് ശരിക്കും പറഞ്ഞാല് അവർക്ക് മൈൻഡ് സെറ്റും ആ ഫ്ലെക്സിബിലിറ്റിയും ആണ്. ബേസിക്കലി വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇത് അറിയെങ്കിൽ ഇത് അറിയാലോ എന്ന് പറഞ്ഞിട്ട് സുഖമായിട്ട് ടിക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെ എവരിവൺ ഇസ് നോട്ട് ദാറ്റ് ലക്കി, അല്ലെങ്കിൽ എവരിവൺ ഇസ് നോട്ട് ദാറ്റ് ബ്രില്യൻ എന്ന് ഞാൻ പറയും. കാരണം അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതുന്നവർ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഓൾ ദ ബെസ്റ്റ് സത്യം പറഞ്ഞാൽ. കാരണം ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ഇൻ എ ഹ്യൂജ് ഡിസ്അഡ്വാൻറ്റേജ്. കാരണം അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലെവൽ ഓഫ് അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ ഒബ്വിയസ്ലി ആ പ്രിപ്പറേഷനും മസിൽ മെമ്മറിയും ആ കാര്യമൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും അതൊരു ഡിഫറെന്റ് ലെവൽ ഓഫ് കോൺഫിഡൻസ് ആണ്. സോ ബ്ലാങ്ക് ഔട്ട് ആയാലും വലിയ പേടിക്കൊന്നും വേണ്ട. പിക്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, മോക്ക് എടുത്തിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങളും ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജിലാണ്, എസ്പെഷ്യലി ഈ ഒരു ദിവസം. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് തന്നെ കുറെ ആൾക്കാർ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ ടെൻഷൻ അത്രയധികം ഉണ്ടാവില്ല, കാരണം ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവില്ല. കാറ്റില് ഞാൻ പറഞ്ഞത് 25% 30% പേപ്പറിന്റെ ക്ലിയർ ചെയ്താലും നിങ്ങൾക്ക് ശരിക്കും ഒരു നല്ല ബി സ്കൂളിൽ തന്നെ 90% പ്ലസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു എക്സാം ആണ്. സോ ഒരു 6 ക്വസ്റ്റ്യൻ വെച്ചിട്ട് എല്ലാ സെക്ഷനും, അല്ലെങ്കിൽ VRC കുറച്ച് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യുക, DLR ഒരു 4-5 അറ്റംപ്റ്റ് ചെയ്യുക, QL ഒരു 7 അറ്റംപ്റ്റ് ചെയ്യുക, ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ പിക്ക് ചെയ്ത് നിങ്ങളുടെ പഴയ മാത്തമാറ്റിക്സ് 10ാം ക്ലാസ്സിലോട്ട് നിങ്ങൾ തിരിച്ചു പോകും. ഞാൻ പറയുന്നത് പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ്സിലോട്ട് തിരിച്ചു പോവുക, ആ കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് ഇരുന്നൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുക. ഈസി ക്വസ്റ്റ്യൻസ് പറയുന്നത് ഈ 10th കോൺസെപ്റ്റ്സ് അല്ലേ ശരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സത്യം പറഞ്ഞാൽ ഈസി കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അപ്പോഴോ പഠിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും 10th ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. സോ എത്ര നിങ്ങൾക്ക് ബ്ലാങ്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അറ്റ്ലീസ്റ്റ് ആ ഓർമ്മയുണ്ടാവും ഇപ്പൊ പഠിച്ചതില്ലെങ്കിലും. പിന്നെ ഐ തിങ്ക് മുഹമ്മദ് മുഫാഖ് ഒരു ഐ ഹാവ് എ ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു കുഡ് ടൈപ്പ് ഇറ്റ് അത് ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ. അല്ലെങ്കിൽ നമ്മൾ സെഷൻ റാപ്പ് അപ്പ് ചെയ്യാൻ പോയായിരുന്നു. ഹൗ ഐ ഫൗണ്ട് യു റിഗ്രറ്റ് നോട്ട് ഫൈൻഡ് ദിസ് ചാനൽ ബിഫോർ. കുഴപ്പമില്ല, ഇനി നമ്മൾ കാറ്റിന് ശേഷം നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും പ്രിപ്പറേറ്ററി ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് വരും. സോ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ MBAയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറ്റ് മാത്രമല്ല ഒരു പരീക്ഷ ആയിട്ടുള്ള, ഇനി സ്നാപ്പ് ഉണ്ട്, സാറ്റ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷകൾ നിങ്ങളെ വെയിറ്റിംഗ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് കാറ്റ് അത്ര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന, സാറ്റിന്റെ ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടില്ല തവണ. പിന്നെ XIMB ഇല്ലേ, സേവിയർ ഭുവനേശ്വർ, അവര് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു എക്സാം നടത്തുന്നുണ്ട്. അതായത് സ്കാറ്റും സാറ്റും അല്ലാതെ ഇൻ കേസ് അത് രണ്ടു അവരുടെ കോളേജ് സ്പെസിഫിക് എക്സാം. അപ്പൊ എഗെയിൻ മോർ ആൻഡ് മോർ ഓപ്ഷൻസ് ഇനിയും നിങ്ങൾക്ക് ഉണ്ടാവും. സോ അതൊക്കെ നിങ്ങൾ ആലോചിക്കണം. അല്ലാതെ ഇത് പോയി കഴിഞ്ഞാൽ എന്റെ ഒരു വർഷം പോയി എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. സാൽബ്രോയ്ക്ക് എത്രയാണ് പെർസെന്റേജ് എന്നുള്ളത് ശരിക്കും ഞാൻ പേഴ്സണൽ ഫിഗേഴ്സ് പറയുന്നില്ല. ഇപ്പൊ ആകാശന്റെ ആണെങ്കിൽ ഞാൻ ഓവറോൾ പെർസെന്റേജ് പറയാത്തതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു ഞാൻ അങ്ങനെ പെഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഇപ്പൊ നിങ്ങൾ ഇത്ര എത്തിക്കഴിഞ്ഞാൽ IIM ഇൻഡോർ കിട്ടും, ഇത്ര കിട്ടി IIM ഉദയ്പൂർ കിട്ടും എന്നുള്ളൊരു ഇത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഐ ടെൽ യു സംതിങ്. ഇപ്പം എന്റെ ഒരു ഞാൻ ടേക്ക് എവേ പേഴ്സണേജ് ചോദിച്ചുകൊണ്ട് ഞാൻ അതിൽ ഒരു കാര്യം പറയാം. എന്റെ ഒരു സെക്ഷൻ അത് എനിക്ക് തോന്നുന്നു DLR ആണെന്ന് തോന്നുന്നു, അത് വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. ഇതേപോലെ ഞാൻ പറഞ്ഞ ആ സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ കുറച്ച് ചെയ്തു, എനിക്ക് കിട്ടുന്നില്ല, ഒരു രക്ഷയില്ല, ഒരെണ്ണം സോൾവ്. ആദ്യം ഞാൻ പിക്ക് ചെയ്ത സെറ്റ് തെറ്റിപ്പോയി. പിന്നെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ്, അന്ന് 1 മണിക്കൂറുണ്ട് DLR, ഒരു 15-20 മിനിറ്റ് ഇരുന്നപ്പോഴാണ് മനസ്സിലായത് ഇത് നടക്കൂല. അപ്പൊ എന്റെ സ്ട്രാറ്റജി എല്ലാം പോയി. ഞാൻ ഒരു വർഷം അവിടെ മുന്നിൽ കണ്ടു. പക്ഷെ പിന്നീട് ലാസ്റ്റ് എനിക്കത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയത്, സെക്ഷണൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണമല്ലോ, സെക്ഷണൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയത് ഞാൻ അവസാനം ഒരു DA സെറ്റ് പിക്ക് ചെയ്ത്. അവിടെ ഇഷ്ടംപോലെ സമയമുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മള് 4 ക്വസ്റ്റ്യന് 40 മിനിറ്റ് അല്ല ശരിക്കും, 2 ക്വസ്റ്റ്യന് 40 മിനിറ്റ്. കാരണം 2 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി നമുക്ക്. അങ്ങനെ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യന് ശരിക്കും 20 മിനിറ്റ് ഉണ്ട്. സോ ആ രീതിയിൽ ഞാൻ ഒന്ന് റീട്വീക്ക് ചെയ്തിട്ട് എടുത്താണ് ചെയ്തത്. ഞാനൊരു എനിക്ക് തോന്നുന്നു അന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നിപ്പം 50 മാർക്ക് കിട്ടിയാൽ 90% കിട്ടുമെങ്കിൽ അന്ന് 100 മാർക്ക് വേണം. എനിക്ക് ആകെ ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് 6 ക്വസ്റ്റ്യനോ മറ്റോ ആണ് DLR.
1 മണിക്കൂറിൽ. പക്ഷെ സ്റ്റിൽ എനിക്ക് സെക്ഷൻ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റി, കാരണം ആ വർഷം DLR കുറച്ച് ഡിഫിക്കൽട്ടും ആയിരുന്നു. ബാക്കപ്പ് എക്സാംസ്, പ്ലീസ് ഡു എ വീഡിയോ ഓൺ ബാക്കപ്പ് എക്സാംസ് ഇഫ് നോട്ട് റെഡി ദാറ്റ് ഓക്കെ. സോ ബാക്കപ്പ് എക്സാംസ് ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ കൂടെ ചെയ്യാം. സ്നാപ്പിന്റെ ഡെഡ് ലൈൻ കഴിഞ്ഞു. സാറ്റ് 30th വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. XGMT സേവിയർ യൂണിവേഴ്സിറ്റി ഭുവനേശ്വറിന്റെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം ഇതൊന്നും പോയി നോക്കാനല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാനല്ല പറയുന്നത്. ഇങ്ങനത്തെ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇനിയും ഉണ്ട്. അതെല്ലാം കാറ്റിന് പ്രിപ്പയർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ വേറെ എന്തെങ്കിലും ക്വിക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. കാരണം ആകാശേട്ടനും കുറച്ച് തിരക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ വലിച്ചു പിടിച്ച് കൊണ്ടുവന്നാണ് ജസ്റ്റ് ഒരു എല്ലായിടത്തും ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. സിമാറ്റിന്റെ വീഡിയോ ചെയ്യാം, ഡെഫിനറ്റ്ലി സിമാറ്റിന്റെ വീഡിയോ ചെയ്യാം. കാറ്റ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സിമാറ്റിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് സീരീസ് തുടങ്ങാം ഡെഫിനറ്റ്ലി. പിന്നെ ഓക്കെ, സാഹിബ് എന്തുകൊണ്ടാണ് വലിയ ജോബ് പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്തത്? ഓക്കെ, വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ്. കാറ്റിന്റെ തലേന്ന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണോ എന്ന് അറിയില്ല. എന്നാലും ഇനി എല്ലാം ആഫ്റ്റർ കാറ്റ്. ബട്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ സെക്ടർ എന്ന് പറയുന്നത്, ഞാനിപ്പോ ഒരു സോഷ്യൽ ഓണ്ടർപ്രണർ ആണ്, സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ സെക്ടർ എന്ന് പറയുന്നത് നമ്മളെ ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റീസ്, ഇപ്പം ഈ പറയുന്ന സാംസങ് അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള വലിയ മൈക്രോസോഫ്റ്റ് ഇതൊക്കെ ഉള്ള പോലെ തന്നെ സോഷ്യൽ സെക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇപ്പം മേക്ക് എ ഡിഫറൻസ്, ലെൻഡ് ഹാൻഡ് ഇന്ത്യ, ബെയർ ഫുഡ്, ടീച്ച് ഫോർ ഇന്ത്യ പോലത്തെ ഒരുപാട് നോൺ പ്രോഫിറ്റ്സ് ഉള്ള സോഷ്യൽ സെക്ടേഴ്സ് ഉള്ള ഒരു വലിയൊരു ലോകം അവിടെ ഉണ്ട്. പൊതുവെ അത് ആരും നമ്മളെ പഠിപ്പിച്ചു തരാറില്ല. ഇർമ പോലെയുള്ള ചില സ്പെസിഫിക് ബി സ്കൂൾസിൽ പോയി കഴിഞ്ഞാൽ അതിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഞാൻ അങ്ങനത്തെ ഒരു കരിയർ ടേൺ എടുത്തു എന്നേ ഉള്ളൂ. എനിക്ക് സാംസങ്ങിൽ ഞാൻ വർക്ക് ചെയ്തു, അവിടെ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി. ദെൻ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി എടുത്തത്. ബട്ട് ദെൻ നോട്ട് റെലവന്റ് ടു അഗൈൻ സൊറവർസിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. സോറി, ഐ വാസ് റോങ്. സൊറവർസിൽ സെഷൻ ആണ്, കാറ്റ് സെഷൻ അല്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇതെന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഇയർ ക്ലിയർ ആയില്ലെങ്കിൽ ഇനിയും 1 year സ്പെൻഡ് ചെയ്യുന്ന അഡ്വൈസർ ആണോ? ഇത് ഇന്ന് എടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണോ? അതായത് ആക്ച്വലി ഇത് ഇന്ന് എടുക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ ഐഡിയലി. കാരണം ബെസ്റ്റ് കാര്യം ഒന്നാമത് നിങ്ങളൊക്കെ ആക്സസിബിൾ ആണ്. ഞങ്ങൾ ഇപ്പൊ സായിലാണെങ്കിലും ഇപ്പൊ എന്റെ ആണെങ്കിലും ടെലിഗ്രാമിലാണെങ്കിലും വിൽ ബി ആക്സസിബിൾ. അപ്പോ കാറ്റ് അങ്ങ് യുദ്ധം കഴിയട്ടെ. ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആലോചിച്ചാൽ മതി കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് കാര്യം ഇസ് ടു ക്ലിയർ ഇറ്റ് ടുമോറോ, റൈറ്റ്? അതിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ഇപ്പൊ എഫേർട്ട് ഇടുന്നത്. അപ്പൊ അതിന് വേറൊരു ബാക്ക് തോട്ട് തലയിൽ വെക്കാത്തതാണ് ബെസ്റ്റ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കാം, അത്രേ ഉള്ളൂ. ഡെഫിനറ്റ്ലി ഇത് എവിടെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതാണ്ട് ജനുവരിയിൽ വരെ പരീക്ഷകൾ ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്, നല്ല ബി സ്കൂൾസിന്റെ തന്നെ. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഇതിലോട്ട് പോയാൽ മതി. ആസ് ഓഫ് നൗ നാളത്തെ എക്സാം മാക്സിമം നല്ല രീതിയിൽ കൊടുക്കുക എന്ന് പറയാം. താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. ഇന്ന് കുറെ ലൈവ് വീഡിയോസ് കണ്ടു. ദിസ് വാസ് ദി മോസ്റ്റ് ലൈറ്റ് ഹാർട്ടഡ് വൺ. താങ്ക് യു സൈൽ ആൻഡ് ആകാശ് ബ്രോ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട് എവരിവൺ. എനി ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ക്ലോസിംഗ് റിമാർക്ക് ആകാശേട്ടന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു നിർത്താം. ഇല്ല, ഈ പറഞ്ഞ പോലെ ഏറ്റവും ലൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനാണ് ഞങ്ങളും നോക്കിയത്. കാരണം വി ആർ നോട്ട്, ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ കാറ്റിന്റെ ആൾക്കാരും ട്രെയിനേഴ്സും ഒന്നുമല്ല. വി ആർ ബേസിക്കലി മോർ ഓഫ് എ ടെസ്റ്റിമോണിയൽ കൈൻഡ് ഓഫ് വീഡിയോ വാട്ട് വി ഹാവ് ഗോൺ ത്രൂ. അത് ബാക്കിയുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാന്നുള്ള ഒറ്റ നോട്ടേ ഉള്ളൂ. സ്റ്റിക്ക് ടു യുവർ സ്ട്രാറ്റജി. തല അധികം പുകച്ച് പൊട്ടിക്കരുത്. ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. ബേസിക്കലി ഇറ്റ്സ് എ വെരി സിമ്പിൾ എക്സാം. ആൻഡ് ഈ പറഞ്ഞ പോലെ എന്റെ പേഴ്സണൽ റിമാർക്ക്, ടഫാന്ന് കേട്ട് കഴിഞ്ഞാൽ വിചാരിച്ചാൽ മതി നിങ്ങളുടെ എക്സാം ആണ്. കാരണം ടഫ് ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഫോർ ഓൾ ഓഫ് യു. കാരണം ദാറ്റ് ഇസ് ദ വേർസ്റ്റ് വാർണിംഗ് ദാറ്റ് വൺ കുഡ് ഹാവ് ഇൻ ദെയർ ഹെഡ് അല്ലേ. സോ അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഉള്ള സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുക. സ്റ്റിക്ക് ടു യുവർ പ്ലാൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ടുമോറോ. ഹോപ്പ്ഫുള്ളി കുറെ IIMs അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എല്ലാവർക്കും കിട്ടട്ടെ. ഡെഫിനറ്റ്ലി എനിക്കും അത് തന്നെയാണ് വിഷയമുള്ളത്. ഞാൻ ഇനി വലിയ ആനയാണ്, നിങ്ങൾ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്തു, അത് നാളെ ഇതാവാൻ പോവാണെന്നുള്ള ഇതൊന്നും പറയുന്നില്ല. ദിസ് ഈസ് ജസ്റ്റ് എനി അതർ എക്സാം. നിങ്ങൾ ഇതുവരെ 5 മോക്ക് എടുത്ത ആൾക്കാരുണ്ടാവും, 1 മോക്ക് എടുത്ത ആൾക്കാരുണ്ടാവും, 10, 20, 30 മോക്കൊക്കെ എടുത്ത ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഇതുവരെ എടുത്ത മോക്ക് പോലത്തെ ഒരു മോക്ക് കൂടി നാളെ പോയി എടുക്കുന്നു, അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷെ ഇനിഷ്യലി കുറച്ച് സെക്യൂരിറ്റി ചെക്കിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറെ ആൾക്കാരെ ഡിസ്ട്രാക്ട് ചെയ്യാനുണ്ടാവും. സോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. ഹോൾ ടിക്കറ്റും കാര്യമൊക്കെ ഒന്ന് എടുത്തിട്ട് പോവാട്ടോ. അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയ. കാരണം ബേസിക്കലി ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും റഷ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ
നിങ്ങളുടെ തല അഫക്ട് ചെയ്യും ബേസിക്കലി. എത്ര പീസ്ഫുൾ മൈൻഡ് സെറ്റ് ആണെങ്കിലും. ഞാനൊരു ക്ലംസി പേഴ്സൺ ആണ്, അതുകൊണ്ട് ഞാൻ പറയാ. സോ ഹോൾ ടിക്കറ്റ്, ടൈമിൽ എത്തുന്ന കാര്യം, പെന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഇതൊക്കെ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ബേസിക്കലി അവിടെ എത്തിയിട്ട് നിങ്ങളുടെ നാളത്തേക്ക് എന്തൊക്കെ സാധനം വേണമല്ലോ അതൊന്ന് ബാഗിൽ എടുത്ത് വെക്കുന്നത് ഏറ്റവും സേഫ് ഹാൻഡ് ആയിരിക്കും. സോ ദാറ്റ് നാളത്തേക്ക് യു വിൽ നോട്ട് ലീവ് എനിത്തിങ് ആങ്ഷ്യസ് ആവോ ടെൻഷൻ അടിക്കാതെയോ ഒക്കെ ചില്ലായിട്ട് പോകാൻ പറ്റും. ഡെഫിനറ്റ്ലി. സോ ഞാൻ ലൈവ് സ്ട്രീമിംഗ് എന്ത് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. പോയി പൊളിച്ചിട്ട് വരിക. എന്നിട്ട് റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട്. നാളെ നിങ്ങൾ എണീക്കുന്നത് ദാറ്റ് ബി ദി ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾക്ക് അവൈലബിൾ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്തിട്ടുള്ള ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നത്. ആ കോൺഫിഡൻസ് വേണം. ബാക്കി ഓവർ കഴിഞ്ഞിട്ട് കാണാം. ഡെഫിനറ്റ്ലി ഓവർ കഴിഞ്ഞിട്ട് വിൽ കണക്ട്. താങ്ക് യു സോ മച്ച്. ബൈ. ഗുഡ് നൈറ്റ്. എല്ലാവരും നേരത്തെ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഓക്കെ, വെറുതെ ഉറക്കൊളിച്ചിരുന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ തോണ്ടി വെറുതെ ഇരുന്ന് വെളുപ്പിക്കണ്ട, നേരം വെളുപ്പിക്കണ്ട. ഓക്കെ, ബൈ. താങ്ക് യു.